ഇന്ന് ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈമാൻ പോണ ഒരു വിവരമില്ലാത്തവരല്ല, ഒക്കെ വിവരമുള്ളവരാണ്. വിവരമില്ലാത്തൊരു മനുഷ്യന്റെ ഈമാൻ പോണില്ലല്ലോ. 2ാം ക്ലാസ് മദ്രസയും 2ാം ക്ലാസ് സ്കൂളും പിന്നെ ഓന് കൗമുമ കയറാനും അറിയാം. വേറെ ഒന്നും അറിയില്ല. ഏതെങ്കിലും ഒരാള് 2ാം ക്ലാസ് മദ്രസയിലും പോയിട്ടുണ്ട്, 2ാം ക്ലാസ് വരെ സ്കൂളിലും പോയിട്ടുണ്ട്. പിന്നെ കൗമുമ കയറാൻ അറിയാം, തെങ്ങുമ്മയും കയറും. ഒരു ദിവസം തെങ്ങുമ കയറിയിട്ട് ഇങ്ങനെ വരുമ്പോ കയ്യില് തളപ്പക്കേറ്റ് ഇങ്ങനെ വരുമ്പോ അവനോട് ചെന്നിട്ട് ചോദിച്ചു, എടാ അള്ളുണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താന്ന് ചോദിച്ചാല് ആ തളപ്പ് ഒന്നുകൂടി ഇങ്ങോട്ട് ചുരുട്ടി പിടിച്ചിട്ട് ദേശം അടുത്തേക്ക് വാങ്ങിക്കാൻ തെളിവിപ്പ് കാണിച്ചാന്ന് പറയും. ഓന്റെ ഈമാനല്ല പോണത്. ഈമാൻ പോണത് അതാ പഠിച്ചോന്റെ. ഈമാൻ പോണത് മുഴുവൻ പഠിച്ചോന്റെയാണ്, പഠിക്കാത്തോന്റെ അല്ല. എന്ത് പഠിച്ചോന്റെ ഈമാൻ പോയി, പഠിക്കാത്തോന്റെ പോയില്ല. കാരണം അതിനൊരു കാരണമുണ്ട്. എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കിയേ പറ്റും. 5 പരിപാലനങ്ങളാണ് കുട്ടികൾക്ക് നൽകേണ്ടത് എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പരിപാലനം ഈമാന്റെ പരിപാലനാണ്. ഇമ്മാന്റെയും വാപ്പാന്റെയും ഈമാൻ തന്നെയാണ് മക്കൾക്ക് ഉണ്ടാവുക. 2ാമത്തെ പരിപാലനം ഇൽമിന്റെ പരിപാലനമാണ്. അത് രണ്ടും ഒന്നിച്ചാണ് പറഞ്ഞുതരാം. എന്താ ഇൽമിന്റെ പരിപാലനം? ഇൽമിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം വളർന്നുകൊണ്ടിരിക്കണം എന്നതാണ് ഇൽമിന്റെ പരിപാലനം. ഇനി ഇവിടുന്നുള്ള കാലത്ത് ഉണ്ടാകാവുന്ന എല്ലാ സംശയവും നബി തങ്ങളെ കുറിച്ചായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ നഖം മുറിക്കുന്നിടത്തോ നിസ്കാരം യോഗ വരെമായിരിന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാര്. അതിലും നല്ല സംശയം ഉണ്ടാകുക മുഹമ്മദ് നബിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയിൽ സംശയിച്ചാലേ ഈമാൻ പോകുള്ളൂ. ഒരാള് നിസ്കരിച്ചില്ലെങ്കിൽ മുഅ്മിനല്ലാതാവൂല. നിസ്കാരത്തെ നിഷേധിച്ചാൽ മുഹമ്മദ് നബിയെ നിഷേധിക്കലാവും. അതുകൊണ്ടാണ് ഈമാൻ പോണത്. നിസ്കരിച്ചെങ്കിൽ ഹറാമാവും, നരകവും കിട്ടും, പക്ഷെ മുഅ്മിനല്ലാതാവൂല. അതേ സമയത്ത് നിസ്കാരത്തെ ഒരാൾ നിഷേധിച്ചാൽ അവൻ മുഅ്മിനല്ലാതെയാവും. നിസ്കാരം നിഷേധിച്ചാൽ അവൻ മുഹമ്മദ് നബിയുടെ മിഅ്റാജിനെ നിഷേധിച്ചു എന്നതാണ് കാരണം. നോമ്പ് നോറ്റിയില്ലെങ്കിൽ മുഅ്മിനല്ലാതാവൂല. നോമ്പിനെ നിഷേധിച്ചാൽ മുഅ്മിനല്ലാതാവും. എന്താ നോമ്പ് നോൽക്കാതിരിക്കുന്നതും നോമ്പിനെ നിഷേധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം? നോമ്പ് നിഷേധിക്കുന്നത് മുഹമ്മദ് നബിയെയാണ് എന്നതാണ് കാരണം. ലോകത്തെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. ഒരിക്കലും ഞങ്ങള് കഅബക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തല വെച്ചാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം കഅബക്ക് കൈ വെച്ചാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അബൂജഹൽ കണ്ടു, ലഅനത്തുല്ലാഹി അലൈഹി. വന്നിട്ട് ചോദിച്ചു, എന്താ മുഹമ്മദേ ഒരു ടെൻഷൻ, ഒരു പുതിയ വിവരം എന്തേലും ഉണ്ടോ വിടൽസ് എന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു? ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ നിന്നും മസ്ജിദുൽ ഹറാമിലേക്ക് വന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഞാൻ 7 ആകാശങ്ങളിലേക്ക് യാത്ര ചെയ്തു. ബഹറുൻ നൂർ എന്ന പ്രകാശത്തിന്റെ താഴ്വാരം കടന്ന് സിദ്റത്തുൽ മുൻതഹ എന്ന അതിർത്തിയിലെ ഇലന്തമരം കടന്ന് അള്ളാഹുവിന്റെ അർശിങ്കൽ ചെന്ന് സംഭാഷണം നടത്തി. പോരുന്ന വഴിയിൽ മൂസ നബിയെ കണ്ടു അലൈഹിസ്സലാം. അങ്ങനെ പോയി ഇങ്ങോട്ടന്നെ വന്നു 9 പ്രാവശ്യം. മസ്ജിദുൽ അഖ്സയിൽ ബൈത്തുൽ മുഖദ്ദസിൽ മടങ്ങിയെത്തി. അവിടെ നിന്ന് ഞാൻ മസ്ജിദുൽ ഹറാമിലേക്കും മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വരിയടാ വരിയടാ, എല്ലാവരും വരി, പുതിയ വിവരമുണ്ട്, എല്ലാവരും വരി. എല്ലാവരും വിളിച്ചു വരുത്തി. ഓന്റെ ആൾക്കാരെ മൊത്തം വന്നു. കേട്ടങ്ങൾ ചില്ലാർന്നു. ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുനിന്നാണ്ട് നീച്ചിട്ട് ഒരു 10-40 ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ മാത്രം നമ്മൾ എത്തിച്ചേരുന്ന ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നാ പറഞ്ഞത്. അവിടുന്ന് 7 ആകാശങ്ങൾ കയറി അള്ളാനെ നേരിൽ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരം വെളുത്തപ്പോത്തിന് കിടക്കപ്പായിൽ വന്ന് കടന്നു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ചരിത്രകാരന്മാർ നബിതങ്ങളെ ഇല്ലാതെയാക്കപ്പെട്ട സമയമായി കണക്കാക്കിയിട്ടുള്ളത് 3 മണിക്കൂറാണ്.
ഹലോ 3 മണിക്കൂർ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയ സമയവും ബെഡിൽ വിരിപ്പിൽ കടന്ന സമയവും രാവിലെ സുബ്ഹിക്ക് എഴുന്നേറ്റ സമയം കൂടി താരതമ്യം ചെയ്താൽ ആകെ മക്കയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലാത്ത സമയം 3 മണിക്കൂറാണ് ചരിത്രകാരന്മാർ കണക്കാക്കിയത്. 40 ദിവസത്തെ കുതിര സവാരിയാണ് മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. 7 ആകാശത്തുകളിലെ പറയുമ്പോണ്ടല്ലോ. അങ്ങനെ എല്ലാരും കൂടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിക്കാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ നിൽക്കുന്നുണ്ട്. മൂപ്പര് അടുത്തേക്ക് വന്നു, എന്താ വിഷയം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇജ്ജ് കേട്ടില്ലേ പറഞ്ഞ വിവരം എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. അബൂജഹൽ പറഞ്ഞു കൊടുത്തു. നമ്മൾ പറയാലേ എങ്ങനെയൊക്കെ അബൂജഹൽ പറയാന്ന് ദേശം എരുമ്പുളിയൊക്കെ ചേർത്ത് ഒരു കളിയാക്കണ രൂപത്തിലാണ് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒറ്റ ചോദ്യം, ഇതിന്റെ നബി പറഞ്ഞാണോ ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ഇത് മുഹമ്മദ് പറഞ്ഞതാണ് പറഞ്ഞു. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ. മുഹമ്മദ് നബിയിലുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറഞ്ഞത്. അത് എത്രത്തോളം ഉണ്ടോ അത്ര ഈമാൻ ഉണ്ടാവും. ഇതാണ് ഈമാന്റെ സംരക്ഷണം. ഇതുതന്നെയാണ് ഇൽമിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ. ഇത് ഇല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടും. വരുന്ന കാലത്ത് ഇസ്ലാം ദീനിനെതിരെ വരുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സംശയമായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പുതിയൊരു ഉദാഹരണം പറയാൻ, ഏറ്റവും പുതിയ ഉദാഹരണം ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും വാട്സപ്പിലൊക്കെ കാണും. ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പന തോട്ടത്തിൽ ചെന്നു. അപ്പൊ ആ ഈത്തപ്പന തോട്ടത്തിൽ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നബിയെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരു ആട്ടിടയന്റെ കൂടെ കിടക്ക പങ്കിടാൻ, ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഉടനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു എന്നതാണ് പുതിയ വിവാദം. നല്ലോണം ശ്രദ്ധിക്കണേ. ഇതിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുക? പടച്ചോനെ, അങ്ങനെ എന്തേലും ഉണ്ടായോ നാവല്ലാന്ന് തോന്നിയാ മതി, ഈമാൻ പോകും. മുഹമ്മദ് നബിയിൽ ലെവലെ സംശയമുണ്ടായാൽ ഈമാൻ ബാക്കി ഉണ്ടാവില്ല, ഈമാൻ പോയിരിക്കും. മറുപടി അടുത്ത KSRTCക്ക് വരികയുള്ളൂ. അപ്പൊ അതിന് ഈമാൻ പോയിട്ടുണ്ടാവും. മറുപടി അല്ല ഈമാൻ പറഞ്ഞത്. മുഹമ്മദ് നബിയിൽ സംശയം വന്നാൽ ഈമാൻ പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ അബൂജഹലിന് എന്ത് പ്രശ്നം? അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തതാ. ചിലപ്പോ നമ്മളെ വിശ്വാസം പോലെ ഇല്ല എന്ന് പറയാൻ പറ്റുന്നേ ഉള്ളൂ. തീരെ വിശ്വാസം ഇല്ലായൊന്നുമില്ല. അബൂജഹൽ കുടുങ്ങിയ അള്ളാഹിനെ വിളിച്ചു തോർക്കുമല്ലോ. ബദർക്ക് പോകുമ്പോ തോരുന്നത് മോയിൻകുട്ടി എതിരുള്ള ബദർ പടപ്പാട്ടിലുണ്ട്. ബദറിലേക്ക് പോകുമ്പോ കാബമ്മ ചെന്നിട്ട് കാബന്റെ അടുത്ത് ചെന്നിട്ട് ദോരക്കാണ്. കാബന്റെ കില്ലെങ്ങനെ പിടിച്ചിട്ട് ദോരക്കാനൊരു സാഹചര്യം ഉണ്ടായി. എന്താ വെച്ചാൽ 1000 പടയാളികളാണ് ബദർക്ക് പോരുന്നത്. എല്ലാ ഒരുക്കങ്ങളുണ്ട്. അവർക്ക് ആവശ്യമായ കുതിരകൾ, ഒട്ടകങ്ങൾ, പടയങ്കികൾ, വാളുകൾ, ഒരു 2-3 മാസം കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ, അത്രയും ദിവസത്തേക്കുള്ള കള്ള്, ഒപ്പം പോരാനുള്ള പെണ്ണുങ്ങള് എല്ലാം റെഡിയാണ്. ആ സമയത്ത് നബി തങ്ങളുടെ അമ്മായിയായിരുന്ന ആതിഖ ബീവി ഒരു സ്വപ്നം കണ്ടു. ആതിഖ ബീവി എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം, എല്ലാ നാട്ടിലും ഉണ്ടാവും പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചില പെണ്ണുങ്ങള്. ഇപ്പൊ ഇവിടെ ഞാനിങ്ങനെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്തല്ലോ, ആ സ്ത്രീകളുടെ ഭാഗത്തുള്ള വളണ്ടിയർമാർ എന്ന് പറഞ്ഞില്ലേ, എന്ന മാതിരി എല്ലാ നാട്ടിലും പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടാവും. മയ്യത്ത് കുളിപ്പിക്കാനും അങ്ങനെ മയ്യത്ത് മറവ് ചെയ്താൽ പെണ്ണുങ്ങൾ ഒരു ദിക്ർ നടത്താനൊക്കെ ഉള്ള കുറെ പെണ്ണുങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ മക്കയിലുണ്ടായിരുന്ന ഒരു പെണ്ണാണ് ആതിഖ ബീവി, നബിയുടെ അമ്മായിയാണ്. ആതിഖ ബീവി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ മാതിരിയാണ് സംഭവിക്കാറുള്ളത്. അങ്ങനെ ആതിഖ ബീവി ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. മക്കയിലെ പ്രധാനികളായ ആളുകൾ മുഴുവനും കൊല്ലപ്പെട്ടതായിട്ടാണ് സ്വപ്നം. ഇതിങ്ങനെ നോക്കുമ്പോ ആതിഖ ബീവിന്റെ ആങ്ങള ബദർക്ക് പോണ 1000 ആൾക്കാരിൽ ഒന്നാണ്. ആങ്ങളിനോട് ചെന്നിട്ട് സ്വകാര്യത പറഞ്ഞു, കാക്ക ഇജി പോണ്ടട്ടോ, 999 പോയിക്കോട്ടെ ആയിരുന്നു. എന്താ ചോദിച്ചു? ഞാന് മക്കത്തെ പ്രമുഖർ മുഴുവനും കൊല്ലപ്പെടുന്നത് ഇന്നലെ സ്വപ്നം കണ്ടിട്ടുണ്ട്.
അനക്കറിയാലോ ഞാൻ കണ്ടമായിരുണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഇജ്ജ് പോണ്ടാർന്നു. ആയിക്കോട്ടെ ഞാൻ പോണില്ല, ഈ വിവരം ആരോടും പറയരുത് ഇട്ടോ പറഞ്ഞു. ഇല്ല ആരോടും പറയില്ലാർന്നു. അങ്ങനെ മൂപ്പരിങ്ങനെ പെരേക്ക് പോകുമ്പോ അങ്ങനെ ആലോചിച്ചു, മൂപ്പര ബിസിനസ് പാർട്ട്ണർ പോണയിലുണ്ട്, ഓനോട് മാത്രം ഒന്ന് പറയാന്ന് തീരുമാനിച്ചു. അങ്ങനെ ഓനോട് വന്നിട്ട് പറഞ്ഞു, പിന്നെ എല്ലാരും പോയിക്കോട്ടെ, ഇജ്ജ് പോണ്ട, സംഗതി ആത്തിക്ക ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഓള് കണ്ടമാതിരി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് വേറെ ആരോടും പറയരുത്, ഇജ്ജ് പോണ്ടാറുണ്ട്. ആയിക്കോട്ടെ മൂപ്പര് പറഞ്ഞു ഞാൻ പോണില്ലായിരുന്നു. മൂപ്പരിങ്ങനെ പോകുമ്പോ ആലോചിച്ചു, ഇയാളെ വാപ്പ പോണുണ്ട്, ആരോടും പറയണ്ട, വാപ്പാനോട് പറയാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ ചെന്നും കണ്ട് വാപ്പാട് പറഞ്ഞു ആരോടും പറയണ്ടാറുണ്ട്. അങ്ങനെ ഓരോരുത്തർ അറിഞ്ഞ് അവസാനം ആരോടും പറയണ്ടാറിഞ്ഞാണ്ട് അബൂജഹലിന്റെ ചെവിയിലെത്തി. ഇതാണ് സംഭവം. അപ്പൊ പോണ്ടാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോ കുറെ പെണ്ണുങ്ങളൊപ്പം പോരാണ്ട് ഒരു 2-3 മാസം കുടിക്കാനുള്ള കള്ളുണ്ട്, എങ്ങനെ പോകാതിരിക്കുക? അപ്പൊ 2 തോണി കാര്യമായിരിയായി, പോണ്ട ഇങ്ങനായി. അവസാനം ഒരു തീരുമാനം എടുത്തു, കഅബത്തിങ്ങ പോയിട്ടൊന്ന് ദോരക്കാന്ന്. അങ്ങനെ ദോരക്കാൻ വന്നതാണ്. അങ്ങനെ വന്നിട്ട് എല്ലാരെയും കൂട്ടി നിർത്തി 1000 പടയാളികൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് കഅബന്റെ കില്ലെങ്ങനെ പിടിച്ചിട്ട് തുറന്നു. ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ ഹക്കോട് ബാത്തിൽ രണ്ടിൻ ഇടയായി പീരിത്തിടണം ഇന്ദദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു പേർകൾ ഹക്കുടയോർ അവർ ആരുനെക്കറിയാം അവർകളെ ഇനതിൽ പീരിത്ത് ഹലാസിയത്താക്കിട് നീ പരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീ ദായിമിൽ കാത്തുകൊൾ ഫത്താഹേ താമസം ചെയ്തിടാ ദുത്തിരം നൽകിടു നീ. അബൂജഹലിന്റെ ദുആണ്.